ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ 25 കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേര് അതിൻ്റെ അടുത്ത് ഓർക്കാനൊന്നും പറ്റണില്ല, കുറച്ച് ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ബേസിസിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്തൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണ്? വി മുരളീധരൻ. കേരളത്തിലെ കോവിഡ്-19 പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വാർ റൂം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? സെക്രട്ടേറിയറ്റ് ആണ്. കേരളത്തിലെ കോവിഡ്-19 പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വാർ റൂം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? സെക്രട്ടേറിയറ്റ്. അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ ഒരു വാറൊക്കെ നടന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അതും കൂടി ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കാം. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? വടകരയിലാണ് കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വരുന്നത്. എവിടെയാണ്? വടകര. വടകര ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഈ ഗ്രീൻ കളർ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു കരയല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാലോ, തെറ്റിപ്പോവില്ലല്ലോ. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? വടകര, കോഴിക്കോട് ജില്ലയിൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? മാടപ്പള്ളിയാണ്. ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മാടപ്പള്ളി. ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ശ്രദ്ധിച്ചോ. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കരവാരം. ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുമ്പോൾ മാടപ്പള്ളിയാണ്. ഗ്രാമപഞ്ചായത്ത് ചോദിക്കുമ്പോൾ ആൻസർ എന്താണ്? കരവാരം. കരവാരം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതായത് മാടപ്പള്ളിയല്ല ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഒരു പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ബ്ലോക്ക് വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ പിന്നെ മറ്റൊരു കരവാരം ആയിരിക്കില്ലേ. അപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മാടപ്പള്ളി, കോട്ടയം ജില്ലയിൽ. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കരവാരം. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണ്? സതേൺ കോസ്റ്റ് റെയിൽവേ ആണ് കേട്ടോ. ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണ്? സതേൺ കോസ്റ്റ് റെയിൽവേ. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണം. ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണ്? സതേൺ കോസ്റ്റ് റെയിൽവേ. ആസ്ഥാനം വിശാഖപട്ടണം. നിർഭയ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയത് എന്നാണ്? 2020 മാർച്ച് 20. ഓർത്തു വയ്ക്കുക, നിർഭയ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയതെന്നാണ്? 2020 മാർച്ച് 20. കുറച്ച് ഫാൻസി നമ്പർ അല്ലേ? 2020 മാർച്ച് 20. തീഹാർ ജയിലാണ്. അതുപോലെ തന്നെ ആരാച്ചാർ ആരാണ്? പവൻ ജെല്ലാഡു. അതും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നിർഭയ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയതെന്നാണ്? 2020 മാർച്ച് 20. പിന്നെ തിഹാർ ജയിലിൽ വെച്ചിട്ടാണ്. ആരാച്ചാർ ആരാണ്? പവൻ ജെല്ലാഡു. അടുത്ത് നോക്കാം. 2020 71ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ്? ജെയർ ബോൾസോനാരോ ആണ് കേട്ടോ. ആരാണ്? ജെയർ ബോൾസോനാരോ. ബ്രസീലിൻ്റെ പ്രസിഡൻ്റാണ് കേട്ടോ. 2020 71ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ്? ജെയർ ബോൾസോനാരോ. അപ്പോൾ 2020 നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് വന്നിട്ടുള്ള മുഖ്യ അതിഥിക്ക് നമ്മളൊരു ചെയറൊക്കെ ഇട്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാം കേട്ടോ. ജെയർ ബോൾസോനാരോ ബ്രസീലിൻ്റെ പ്രസിഡൻ്റാണ്. 71ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്ക് അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ആസാം ആണ് കേട്ടോ. 71ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ആസാം ആണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പരേഡ് അഡ്ജുറ്റൻ്റ് ആകുന്ന ആദ്യ വനിത ആരാണ്? ക്യാപ്റ്റൻ ടാനിയ ഷെർഗിലാണ് കേട്ടോ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പരേഡ് അഡ്ജുറ്റൻ്റ് ആകുന്ന ആദ്യ വനിത ക്യാപ്റ്റൻ ആരാണ്? ടാനിയ ഷെർഗിൽ. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനാഷണൽ വിമൻസ് ട്രേഡ് സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കേരളം, അങ്കമാലിയിൽ. ഇന്ത്യയുടെ ആദ്യ ഇൻ്റർനാഷണൽ വിമൻസ് ട്രേഡ് സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്നതായി നിലവിൽ വരുന്ന സെമി ഹൈ സ്പീഡ് പാത ഏതാണ്? സിൽവർ ലൈനാണ് കേട്ടോ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സെമി ഹൈ സ്പീഡ് പാത ഏതാണ്? സിൽവർ ലൈൻ. 2020 സെപ്റ്റംബറിൽ കേരളത്തിൽ മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ചത് അയ്മനമാണ്. 2020 സെപ്റ്റംബറിൽ കേരളത്തിൽ മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ച ഏതാണ്? അയ്മനം. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇത്തിരി ഉത്തരവാദിത്തമൊക്കെ വേണ്ട ആർക്കാ? എനിക്ക് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ ആണ്. അപ്പോൾ നമുക്ക് അയ്മനമായിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. ഇനി 2020 ജൂലൈയിൽ കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. 2020 ജൂലൈയിൽ കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ല.
ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമായത് ഏതാണ്? കുമരകമാണ്, കോട്ടയം ജില്ലയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമായത് ഏതാണ്? കുമരകം, കോട്ടയം ജില്ലയിൽ. കേരളത്തിലെ സുബല പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിലെ സുബല പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. സുബല പാർക്കിന് വരെ നമുക്ക് സുലഭ പാർക്ക് ആലോചിക്കാം. അപ്പോൾ സുലഭമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം അല്ലേ. അപ്പോൾ 10 എണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് പത്തനംതിട്ട. കേരളത്തിൽ സുബല പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട. അടുത്ത് നോക്കാം. 2020 ഓഗസ്റ്റിലുണ്ടായ മണ്ണിടിച്ചിലിൽ അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏതാണ്? പെട്ടിമുടി. അപ്പോൾ 2020 ഓഗസ്റ്റിലുണ്ടായ മണ്ണിടിച്ചിലിൽ അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏതാണ്? പെട്ടിമുടി. പെട്ടിമുടി ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത് നോക്കാം. കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മൈക്രോ ലെവൽ ഭൂപടം തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ്? മാപ്പത്തോൺ ആണ്. അപ്പോൾ ഭൂപടം, മാപ്പ്, അതുപോലെ തന്നെ മാപ്പത്തോൺ കേരളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. 2020 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ആണ്. 2020 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? യുണൈറ്റഡ് നേഷൻസ്. 75 വർഷമാണ് പൂർത്തിയാക്കിയത് കേട്ടോ, അതും കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കാം. 2020 ഫെബ്രുവരിയിൽ ചരിത്രത്തിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുര. 2020 ഫെബ്രുവരിയിൽ ചരിത്രത്തിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുര. 3 ഹോണൊക്കെ അടിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. ഹോൺബിൽ ഫെസ്റ്റിവൽ, ത്രിപുര. ഓക്കെ ആണല്ലോ. 2020-21 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2020-21 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2020 ഫെബ്രുവരി 1 അവതരിപ്പിച്ചത്. കേരളത്തിൽ ആദ്യ ദുരിതാശ്വാസ അഭയ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മാരാരിക്കുളമാണ്. മാരാരിക്കുളം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യ ദുരിതാശ്വാസ അഭയ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? മാരാരിക്കുളം. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ദുരിതാശ്വാസ അഭയ കേന്ദ്രമല്ല, അപ്പോൾ ദുരിതമൊക്കെ മാറിക്കോളും എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലേ. അതായത് മാരാരിക്കുളം. ആലോചിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത് നോക്കാം. കേരളത്തിലെ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട ആദ്യ ഫ്ലാറ്റ് ഏതാണ്? ഹോളി ഫെയ്ത്ത് ഫ്ലാറ്റ് ആണ് കേട്ടോ. ഇനി തകർക്കപ്പെട്ട ഫ്ലാറ്റുകളിലെ ഏറ്റവും വലുതേതാണ്? ജെയിൻസ് കോറൽ കോവ്. അപ്പോൾ കേരളത്തിലെ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട ആദ്യ ഫ്ലാറ്റ് ഹോളി ഫെയ്ത്ത് ആണ്. തകർക്കപ്പെട്ട ഫ്ലാറ്റുകളിലെ ഏറ്റവും വലുതേതാണ്? ജെയിൻസ് കോറൽ കോവ് ആണ്. മരടിലെ ഫ്ലാറ്റുകൾ പൊളിക്കണമെന്ന് വിധി പുറപ്പെടുപ്പിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ ആരൊക്കെയാണ്? ജസ്റ്റിസ് അരുൺ മിശ്രയും ജസ്റ്റിസ് S രവീന്ദ്ര ഭട്ടുമാണ്. ഓർത്തു വയ്ക്കുക, ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് S രവീന്ദ്ര ഭട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച 25 ക്വസ്റ്റ്യൻസും നിങ്ങൾ തീർച്ചയായും ഓർക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും തെറ്റിക്കരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറേ കോഡ്സുകളൊക്കെ വെച്ച് കണക്ട് ചെയ്തും കൂടി പറഞ്ഞു തന്നെ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ചിൽ ദെൻ ബൈ.